കൊച്ചിയിൽ നിന്ന് സഹിൻ, ഇനി കൊച്ചിയിലേക്കാണ് ആയങ്കിയെ കൊണ്ടുവരേണ്ടത്. അതൊരു പ്രധാനപ്പെട്ട കാര്യം. അടുത്തത് കൊച്ചി മേഖലയിൽ തന്നെയുള്ള എറണാകുളത്ത് തന്നെയുള്ള CI മാർക്കെതിരെയൊക്കെയുള്ള ഭീഷണിയായിരുന്നു തുടക്കം, ഈ കേസിന്റെ ഒരു തുടക്കം. ഈ കേസിലേക്ക് ഈ ആയങ്കി പോലീസുമായുള്ള ഏറ്റുമുട്ടൽ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ഇനി അതുകൂടി കാണേണ്ടതുണ്ട്, ആ കേസുകളിലേക്ക് കൂടി വരേണ്ടതുണ്ട്. എപ്പോഴേക്ക് കൊച്ചിയിലേക്ക് എത്തിക്കാനാകും മറ്റ് നടപടിക്രമം? രുചീഷ്, നേരത്തെ ബെൻസൺ സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളത്ത് അർജുൻ ആയങ്കിക്കെതിരെ 4 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ ആദ്യ ഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത കേസ് കോതമംഗലത്ത് വെച്ചായിരുന്നു. കോതമംഗലത്ത് അർജുൻ ആയങ്കിയുടെ ഭാഷ്യം വെച്ച് നോക്കുകയാണെങ്കിൽ സുഹൃത്തിൻ്റെ വിവാഹ പാർട്ടിക്ക് താൻ പങ്കെടുക്കാനെത്തി എന്നുള്ളതായിരുന്നു. എന്നാൽ പോലീസ് പറയുന്നതാവട്ടെ അർജുൻ ആയങ്കി അവിടെ കൂട്ടം ചേർന്നുകൊണ്ട് കുറ്റകൃത്യം നടത്താനുള്ള ഗൂഢാലോചന നടത്തി എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ കണ്ടെത്തൽ. ഇതേ തുടർന്നായിരുന്നു ആദ്യ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിൽ ജയിൽവാസം അനുഭവിച്ച ശേഷം പുറത്തിറങ്ങിയ അർജുൻ ആയങ്കി ജാമ്യ വ്യവസ്ഥകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കോതമംഗലം CI ഭീഷണിപ്പെടുത്തുന്നത്. കോതമംഗലം CI കൈകാര്യം ചെയ്യുമെന്നും അയാളെ ശാരീരികമായി നേരിടുന്നെന്നുമെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. ഇതിൽ പോലീസ് കോതമംഗലം CIയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. എന്നാൽ ഇതിനെതിരെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി അർജുൻ ആയങ്കി കോടതിയെ സമീപിച്ചു. എന്നാൽ അർജുന് കോടതി ജാമ്യം നൽകിയില്ല. പിന്നീട് ഈ കേസ് അന്വേഷിച്ചത് ഊന്നുകൽ CI ആയിരുന്നു. ഊന്നുകൽ CIയെയും അർജുൻ ആയങ്കി ഭീഷണിപ്പെടുത്തി. ഇതേ തുടർന്ന് രണ്ടാമത്തെ കേസ് അർജുൻ ആയങ്കിക്കെതിരെ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ ആ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയെ അവഹേളിച്ചു, അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആലുവ റൂറൽ പോലീസ്, സൈബർ പോലീസ് ഇയാൾക്കെതിരെ 3ാമത്തെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. നിലവിൽ 4 കേസുകളുണ്ട്. ഈ 2 ആഴ്ചക്കിടെ 3 കേസുകൾ എടുത്തു. അങ്ങനെ 4 കേസുകളാണ് ഇയാൾക്കെതിരെയുള്ളത്. ഈ കേസുകളിലെല്ലാം തന്നെ ഇയാൾക്ക് ജാമ്യം എടുക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തെ ബെൻസൺ സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിലെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇയാൾക്ക് ജാമ്യം കിട്ടിയാൽ ഇയാളെ അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യാനാണ് എറണാകുളം റൂറൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എറണാകുളം റൂറൽ പോലീസിൻ്റെ ഒരു സംഘം കണ്ണൂരിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവർ ഏറെക്കുറെ ഉച്ചയോടുകൂടി അവിടെ എത്തുകയും ചെയ്യും. പിന്നീട് അവിടുത്തെ നിയമ നടപടികളായിരിക്കും അവർ വീക്ഷിക്കുക. അവിടെ നിയമ നടപടികൾ പരിശോധിച്ച ശേഷം ഇന്ന് അയാൾക്ക് ജാമ്യം കിട്ടിയാൽ അയാളെ കസ്റ്റഡിയിലെടുക്കും. അല്ലെങ്കിൽ അയാൾക്ക് ജാമ്യം ലഭിച്ചില്ല, അയാൾ കോടതിയിലാണെങ്കിൽ നാളെ കോടതിയിൽ എത്തി അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. തുടർന്ന് ഇയാളെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് വേണ്ടി എറണാകുളം സിറ്റി പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള ജാമ്യാപേക്ഷയും എറണാകുളം റൂറൽ പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള ഇയാളെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഇയാളെ കസ്റ്റഡിയിലെടുത്തായിരിക്കും വിശദമായി ചോദ്യം ചെയ്യുക. നിലവിലെ സാഹചര്യത്തിൽ അർജുൻ ആയങ്കിയെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിലാണെങ്കിലും അല്ലെങ്കിൽ കൊച്ചിയിലാണെങ്കിലും എത്തിക്കഴിഞ്ഞാൽ പോലീസിന്റെ കർശന നടപടികൾക്ക് അയാൾ വിധേയമാകേണ്ടി വരും. സഹിൻ, എന്തായാലും അത് ദിവസങ്ങളോളം നീളും അല്ലെങ്കിൽ ആഴ്ചകളോളം നീളുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഓരോ കേസ് കഴിയുന്നതിന് പിന്നാലെ ഈ സമാനമായ നടപടികൾ വരും. പ്രസാദ് ഉടുമ്പശ്ശേരി കൂടി ശരിക്കാണ്. പ്രസാദ്, ഈ അർജുന്റെ സഹോദരനെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അർജുനെ സഹായിച്ച ആളുകൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അത്തരം ആളുകളിലേക്കും അന്വേഷണം പോകും. രുചിഷ്, ഇന്നലെ രാത്രി 12 കൂടിയാണ് അർജുന്റെ സഹോദരൻ അജയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. അത് അർജുൻ ആയങ്കിക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലിന്റെ ഭാഗമായാണ് ഈ അജയെ കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇന്നലെ അദ്ദേഹം കോഴിക്കോട് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് അർജുൻ ആയങ്കിക്ക് വേണ്ടി സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റുകൾ ഇടുകയും അതോടൊപ്പം തന്നെ ക്ലൗഡ് ഫണ്ടിങ്ങിലൂടെ ഫണ്ട് ശേഖരിച്ച് ഈ കേസിനെ അർജുൻ ആയങ്കി സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അർജുൻ ആയങ്കിക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലിന്റെ ഭാഗമായി ഇന്നലെ രാത്രി ഈ ഇദ്ദേഹത്തിന്റെ സഹോദരനെ കസ്റ്റഡിയിൽ എടുക്കുന്നു. ഇപ്പോൾ പോലീസ് പറയുന്നത് ചോദ്യം ചെയ്തതിനു ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടയക്കും എന്നുള്ളതാണ്. രുചീഷ് പറഞ്ഞതുപോലെ തന്നെ അർജുൻ ആയങ്കിയെ പിടികൂടുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പ്രശ്നമായി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ അർജുൻ ആയങ്കിയുമായി ബന്ധമുള്ള മുഴുവൻ ആളുകളെയും പോലീസ് നിരീക്ഷിക്കുകയും അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് അദ്ദേഹത്തിന്റെ സഹോദരനെ കൂടി പോലീസ് ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. എന്തായാലും സ്റ്റേഷൻ ജാമ്യത്തിൽ അല്പസമയത്തിനകം തന്നെ വിട്ടയക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി പ്രസാദ്, കണ്ണൂരിൽ നിന്ന് ബെൻസൺ കൂടി ചേരുകയാണ്. ബെൻസൺ, ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ എവിടെയാണ് ഈ അർജുൻ ആയങ്കിയുമായുള്ള ചോദ്യം ചെയ്യലുകളോ മറ്റോ നടപടികളോ നടക്കുന്നുണ്ടോ?
അർജുനായെങ്കിൽ ഇപ്പോഴുള്ളത് കണ്ണൂർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ DCC പ്രസിഡന്റ്, കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സൈബർ പോലീസ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ആഭ്യന്തരമന്ത്രിയെ അപകീർത്തികരമായി പരാമർശിക്കുക, സമൂഹ മാധ്യമങ്ങളിലൂടെ മോശമായി പരാമർശം നടത്തുക എന്നടക്കമുള്ള പരാതിയായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. അതിലാണിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജാമ്യമില്ലാത്ത തരത്തിൽ അല്ലെങ്കിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിട്ടാണ് ഇപ്പോൾ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കലാപാഹ്വാനത്തിനടക്കം വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കേസിൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ, ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടെ നിന്നും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാൻ അർജുനായെങ്കിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാൻ കൊണ്ടുപോകും. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി നേരത്തെ പറഞ്ഞതുപോലെ ഈ കേസിൽ ഇപ്പോൾ ഈ കണ്ണൂർ സൈബർ ക്രൈം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ മറ്റ് കേസുകളിൽ കോതമംഗലത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മറ്റ് 3 കേസുകളുണ്ട്, എറണാകുളത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മറ്റ് 3 കേസുകളുണ്ട്. അതിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും തുടർ നടപടികൾക്കായി കോതമംഗലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അല്ലാത്ത പക്ഷം ഈ കേസിൽ, കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കേസിൽ, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള ഈ കേസിൽ റിമാൻഡിൽ വിടുകയാണെങ്കിൽ ട്രാൻസിറ്റ് വാറണ്ട് കൊടുക്കുകയോ അല്ലാത്ത പക്ഷം കസ്റ്റഡി അപേക്ഷ നൽകുകയോ ചെയ്യും. അതിനുശേഷമായിരിക്കും എറണാകുളത്തേക്ക് കൊണ്ടുപോകുക. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ വൈദ്യപരിശോധന, നേരത്തെ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്, വൈദ്യപരിശോധന രാവിലെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി അല്പസമയത്തിനുള്ളിൽ മജിസ്ട്രേറ്റിന്റെ മുൻപിൽ ഹാജരാക്കുക എന്നത് മാത്രമാണ് ഇനി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ളത്. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. അല്പസമയത്തിനുള്ളിൽ തന്നെ കമ്മീഷണർ, സിറ്റി പോലീസ് കമ്മീഷണർ ഇവിടേക്ക് എത്തിച്ചേരുകയും തുടർ നടപടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രുജീഷ്. ശരി, ബെൻസൺ.